തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്ര ഉത്സവത്തിനിടയിൽ ആന ഇടഞ്ഞ സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന ആരോപണവുമായി ഭക്തർ രാവിലെ മതപ്പാട് പ്രകടമാക്കിയ ആനയെ തന്നെ വൈകിട്ട് ശീവേലിക്കും എഴുന്നള്ളിച്ചു എന്നാണ് ആരോപണം. ദേവസ്വം ബോർഡ് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കിയില്ലെന്നും ഭക്തർ ആരോപിച്ചു. ഇന്നലെ വൈകിട്ട് ശീവേലിക്കിടയിലാണ് വേണാട്ടുമുറ്റം ഉണ്ണിക്കുട്ടൻ എന്ന ആന ഇടഞ്ഞത്. ഒപ്പമുണ്ടായിരുന്ന ജയരാജ് എന്ന ആനയുടെ പിന്നിൽ ഇടഞ്ഞ ആന കുത്തി. തുടർന്ന് രണ്ടാനകളും ക്ഷേത്ര പരിസരത്ത് വിരണ്ടോടി. വൈകിട്ട് ഇടഞ്ഞ ആന രാവിലെ മുതൽ അസ്വസ്ഥനായിരുന്നുവെന്നും ഇത് ദേവസ്വം അധികൃതർ ഗൗനിച്ചില്ലെന്നുമാണ് ഭക്തരുടെ ആരോപണം. ഇത് നേരത്തെ അപ്പോൾ ഓരോരുത്തർ പറയണ്ടായിരുന്നു, രാവിലെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, തിരുമേനി ഇറക്കാൻ സമ്മതിച്ചില്ല, ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞിരുന്നതാണെന്നൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട്. വൈകുന്നേരം അവർ നമ്മൾ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു ആനയെ പിന്നെ അവിടെ നിർത്താൻ പാടില്ലായിരുന്നു, ഉത്സവമല്ലേ, എത്രയോ ജനങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്നലെ ഒത്തിരി പേർക്ക് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. അതൊക്കെ സാധാരണ ജനങ്ങൾ, പാവങ്ങൾ വന്ന് ഉത്സവം കാണാനിരിക്കുന്നവർക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ദേവസ്വം ബോർഡിന്റെ വീഴ്ച തന്നെയാണ്, 100%. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാർഡ് മുനിസിപ്പൽ കൗൺസിലറും ആരോപിക്കുന്നു. ആ ഒരു പ്രശ്നം അത് പൊതുസമൂഹമോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ അറിഞ്ഞില്ല. അവർ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അവരത് കണ്ടില്ല കേട്ടില്ല എന്നുള്ള ലെവലിൽ പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വൈകിട്ടത്തെ എഴുന്നള്ളത്തിൽ ആനയെ മാറ്റുമായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ, ഇതിപ്പം വലിയൊരു പ്രശ്നമാണ് നടക്കേണ്ടിയിരുന്നത്. ഒരു 10 കാഷ്വാലിറ്റിയോളം ഇന്നലെ നടന്നിരുന്നു. അപ്പം ആ ഒരു വിഷയം ഉണ്ടാകത്തില്ലായിരുന്നു. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ആനയെ മറികടന്നാണ് സ്വകാര്യ വ്യക്തിയുടെ ആനയെ ഇവിടുത്തെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നത്. അതെല്ലാം ശരിക്കും പറഞ്ഞ ഒരു അഴിമതിയുടെ ഒരു ഇതാണ് കാണിക്കുന്നത്. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ജനം, പത്തനംതിട്ട.